ആദ്യം നമ്മൾ ചീനച്ചട്ടി വെക്കുക, എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ച ശേഷം വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ചതച്ചത് ഇട്ട് കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കുക നന്നായിട്ട്. അത് ഇളക്കിയ ശേഷം നമുക്ക് സവോള എല്ലാം അരിഞ്ഞത്, കുനുകുന അരിഞ്ഞ സവോള 2 സവോള എടുത്ത് വഴറ്റുക. വഴറ്റണതിന് എളുപ്പത്തിന് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. കൊടുത്ത ശേഷം നല്ലതായിട്ട് ബ്രൗൺ കളറാവണ വരെ നന്നായിട്ട് വഴറ്റുക. വഴറ്റിയ ശേഷം ബ്രൗൺ കളറായി. എന്നിട്ട് നമുക്ക് മസാലയെല്ലാം ഇടാം. ആദ്യം മല്ലിപ്പൊടി വേണ്ട ആവശ്യത്തിനനുസരിച്ച് ഇടുക. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് വഴറ്റുക. വഴറ്റിയ ശേഷം ഗരം മസാല അത് നമുക്ക് 1 സ്പൂണ് 1.5 സ്പൂൺ ഇട്ട് കൊടുക്കുക. ഇട്ട ശേഷം ഈ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയ ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ടിട്ട്, തക്കാളി വേണേൽ പേസ്റ്റാക്കി ഇടാം. നന്നായിട്ട് വഴറ്റിയ ശേഷം 1-2 മിനിറ്റ് വഴറ്റിയ ശേഷം അത് മൂടി വെക്കുക. മൂടി വെച്ച് അത് വേകണ വരെ നമുക്ക് ഒരടപ്പിട്ട് മൂടി വെക്കാം. അപ്പോൾ തക്കാളിയിലെ വെള്ളമൊക്കെ ഇറങ്ങി മസാല നല്ലതായിട്ട് പിടിച്ച്, ഇപ്പം 3 മിനിറ്റ് ആയപ്പോഴത്തേക്കും വെള്ളമെല്ലാം ഇറങ്ങി മസാലയൊക്കെ പിടിച്ച്. ഇട്ട ശേഷം മഷ്റൂം ഇട്ട് കൊടുക്കുക. മഷ്റൂമും മസാലയും കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ഇതിൽ പിടിക്കുന്ന വരെ മഷ്റൂമിന് വേവുള്ളതുകൊണ്ട് നമ്മൾ നല്ലതായിട്ടത് മസാല എല്ലാം പിടിച്ച ശേഷം ഒരു 15 മിനിറ്റ് നമുക്ക് മൂടി വെക്കുക. നല്ലതായിട്ട് വഴറ്റിയ ശേഷം സിം കൂട്ടിയിടണം കേട്ടോ. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും കറി